RBI റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നമ്മുടെ ബാങ്കിങ് എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവരുടെയും ഒരു അൾട്ടിമേറ്റ് ഡ്രീമാണ് ഈ ഒരു പോസ്റ്റിലേക്ക് എത്തുക, അല്ലെങ്കിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിലേക്ക് എത്തുക. അപ്പോൾ RBI എന്ന് നോക്കുമ്പോൾ നമുക്ക് മെയിൻലി RBIയുടെ സൈഡിൽ നിന്ന് എല്ലാ വർഷവും വിളിക്കുന്ന 2 എക്സാംസ് ആണ്. ഒന്ന് RBIയുടെ ഗ്രേഡ് ബി, നമുക്കറിയാം ഓൾമോസ്റ്റ് 1,25,000 സാലറി ഒക്കെ വരുന്ന ഏറ്റവും നല്ല പോസ്റ്റാണ് RBI ഗ്രേഡ് ബി എന്ന് പറയുന്നത്. പക്ഷേ അതിനൊരു ലോങ് ടേം പ്രിപ്പറേഷൻ വേണം, ബിക്കോസ് അത്രയും നല്ലൊരു എക്സാമാണ്. അതിൻ്റെ സെക്കൻഡ് പേപ്പർ എന്ന് പറയുന്നത് കുറേ റിട്ടേൺ പേപ്പേഴ്സും അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ വരുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നുള്ള ഒരു വളരെ നല്ല പോസ്റ്റാണ് RBIയുടെ അസിസ്റ്റൻറ്റ്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അസിസ്റ്റൻ്റ് പോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു RBIയുടെ നോട്ടിഫിക്കേഷൻ, അസിസ്റ്റൻ്റ് നോട്ടിഫിക്കേഷൻ ഇതുവരെ വന്നിട്ടില്ല. നമ്മൾ SBIയുടെ എക്സാംസ് നിങ്ങൾക്കറിയാം, അതും വിളിക്കേണ്ട സമയമായി, പക്ഷേ അതും ഇതുവരെ വിളിച്ചിട്ടില്ല. അതുപോലെ തന്നെ RBI അസിസ്റ്റൻ്റ് യൂഷ്വലി നമുക്ക് നോട്ടിഫിക്കേഷൻസ് വരുന്നത് ആ ഒരു സെപ്റ്റംബർ ടു നവംബറിൻ്റെ ഇടയ്ക്കാണ് വരേണ്ടത്. പക്ഷേ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ഇതുവരെ വന്നിട്ടില്ല. പക്ഷെ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും വരാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ എക്സാം ഓൾറെഡി RRB IBPS ഒക്കെ കഴിഞ്ഞിട്ട് ഇരിക്കുന്നവർ നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഈ ഒരു എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റും. ബിക്കോസ് ആ ഒരു എക്സാമിൻ്റെ അതേ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനും അങ്ങനെയുള്ള കാര്യങ്ങളും സിലബസ് അടക്കം എക്സാക്ട്ലി സെയിം ആണ് വരുന്നത്. അതുകൊണ്ട് ആ ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്തിട്ടുള്ള ഏതൊരാൾക്കും ഈ ഒരു എക്സാം ഉറപ്പായിട്ടും അറ്റൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു എക്സാമിനെ കുറിച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന എല്ലാ ഫാക്ടേഴ്സ്, അതിൻ്റെ കട്ട് ഓഫ് ആയാലും ശരി, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അതിൻ്റെ സിലബസ് ആയാലും ശരി, ക്വാളിഫിക്കേഷൻ, അങ്ങനെ എല്ലാമാണ് നമ്മൾ ഈ ഒരു സെഷൻ്റെ അകത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഈ ഒരു എക്സാം വരാൻ നേരത്ത് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ക്ലിയർ ഐഡിയ ഉണ്ടായിരിക്കണം എന്തൊക്കെയാണ് നമുക്ക് ഈ എക്സാമിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. സോ ഡയറക്റ്റ്ലി നമുക്ക് ആ ഒരു ഡീറ്റെയിൽസിലേക്ക് പോകാം. സോ ആദ്യം തന്നെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് വരുമ്പോൾ ആദ്യം എൻ്റെ ഒരു ഓവറോൾ നമുക്കൊരു ബ്രീഫ് ഒന്ന് നോക്കുകയാണെങ്കിൽ RBI അസിസ്റ്റൻ്റ് ഈ ഒരു നോട്ടിഫിക്കേഷനിൽ യൂഷ്വലി നമുക്ക് വരുന്ന വേക്കൻസി എന്ന് പറയുന്നത് 400 to 600 റേഞ്ചിലുള്ള ഒരു വേക്കൻസിക്കാണ് വിളിക്കുന്നത്. ഇപ്പോൾ ലാസ്റ്റ് ഇയർ നമ്മൾ നോക്കുകയാണെങ്കിൽ 450 വേക്കൻസിക്കാണ് വിളിച്ചിരുന്നത്. അപ്പോൾ നിങ്ങൾക്കറിയാം RBI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ യൂഷ്വലി ബാങ്ക്സ്, ഇപ്പോൾ SBIയുടെ ബാങ്ക് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് എല്ലാ ജംഗ്ഷനിലും ഒരു ബാങ്ക് കാണാൻ പറ്റും SBI എന്ന് പറയുമ്പോൾ. പക്ഷേ RBI അങ്ങനെയല്ല, നമുക്ക് എല്ലാ ജംഗ്ഷനിലും കാണാൻ പറ്റുന്ന ഒരു ബാങ്ക് അല്ല. RBI എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം ഓരോ സ്റ്റേറ്റിൻ്റെ ക്യാപിറ്റലിലോ സബ് ക്യാപിറ്റലിലോ മാത്രമേ എന്തുള്ളൂ, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടുത്തെ വേക്കൻസീസും എന്തായിരിക്കും, കുറവായിരിക്കും. അപ്പോൾ നമുക്കവിടെ ഈ ഒരു വേക്കൻസീസ് കുറവായതുകൊണ്ട് മാത്രമാണ് അവിടെ കോമ്പറ്റീഷൻ കുറച്ച് കൂടുന്നത്. ഒരുപാട് പേര് വിചാരിക്കാറുണ്ട് RBIയുടെ എക്സാം ഭയങ്കര ഡിഫിക്കൽട്ടാണ്, ടഫാണ്, RBI അസിസ്റ്റൻ്റ് എക്സാം ഭയങ്കര ടഫാണ്. RBI അസിസ്റ്റൻ്റ് എക്സാം വളരെ ഈസി ആയിട്ട് തന്നെ കണ്ടക്ട് ചെയ്യുന്ന ഒരു എക്സാമാണ്. പക്ഷേ നമ്മുടെ ഈ വേക്കൻസീസ് വളരെ കുറവായതുകൊണ്ടാണ് അവിടെ കുറച്ച് അധികം വരുന്നത്, നമുക്ക് ഈ പറയുന്ന ഒരു കട്ട് ഓഫ് വളരെ കൂടുതൽ വരുന്നത്, കുറച്ചധികം കോമ്പറ്റീഷൻ വരുന്നത്. പക്ഷേ ഒരു അത്യാവശ്യം നല്ലപോലെ പ്രിപ്പയർ ചെയ്തിട്ടുള്ള ഒരാളാണെങ്കിൽ അവർക്ക് ഉറപ്പായിട്ട് ഈ ഒരു എക്സാം എഴുതാനും ക്രാക്ക് ചെയ്യാൻ പറ്റും. ഓരോ വർഷവും ഈ ഒരു വരുന്ന വേക്കൻസിലൊക്കെ തന്നെ ഒരുപാട് പേര് എഴുതാറുമുണ്ട്, ക്രാക്ക് ചെയ്യാറുമുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് അതിൻ്റെ വേക്കൻസി ഏകദേശം നമുക്കൊരു 450 to 500 റേഞ്ചിലായിരിക്കും വേക്കൻസി മോസ്റ്റ്ലി നമുക്ക് വരുന്നത്. ഇനി ഇതിൻ്റെ ആപ്ലിക്കേഷൻ മോഡ് ഓൺലൈനാണ്, അതുപോലെ തന്നെ എക്സാമിനേഷൻ മോഡ്സ് എല്ലാം ഓൺലൈനാണ്. എത്ര സ്റ്റെപ്സിൽ അല്ലെങ്കിൽ എത്ര ഫേസിലാണ് ഇതിൻ്റെ ഒരു എക്സാം നടക്കുന്നത്? നമുക്ക് ആദ്യമേ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ അത് നോട്ടിഫിക്കേഷൻ വന്ന് രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ആദ്യമേ പ്രിലിംസിൻ്റെ എക്സാം ഉണ്ടായിരിക്കും. ആ പ്രിലിംസിൻ്റെ എക്സാം ക്ലിയർ ചെയ്യുന്ന കാൻഡിഡേറ്റ്സിന് മാത്രം മെയിൻസിൻ്റെ എക്സാം ഉണ്ടായിരിക്കും. വൺസ് മെയിൻസ് ക്ലിയർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കവിടെ ലാംഗ്വേജ് പ്രൊഫഷൻസി ടെസ്റ്റ് കാണും. അപ്പോൾ ലാംഗ്വേജും ഡെഫിനറ്റ്ലി അറിഞ്ഞിരിക്കണം, ബിക്കോസ് RBI അസിസ്റ്റൻ്റ് ആണ്, ഓരോ സ്റ്റേറ്റിലാണ് വർക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ ആ സ്റ്റേറ്റിൻ്റെ ലോക്കൽ ലാംഗ്വേജ് അറിഞ്ഞിരിക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. സോ അതും നമ്മുടെ LPTയും ടെസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഇനി ഇവിടെ വരുന്ന ക്വാളിഫിക്കേഷൻ എന്താണ്? ഇവിടെ വരുന്ന ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഗ്രാജുവേറ്റ് ആയിരിക്കണം. അതിൽ അൺറിസർവ്ഡ് അല്ലെങ്കിൽ ജനറലോ OBC ആണെങ്കിൽ അവർക്ക് 50% മാർക്സിലായിരിക്കണം ആ ഗ്രാജുവേഷൻ പാസ് ചെയ്തിട്ട് ഗ്രാജുവേഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. അതേ സ്ഥലത്ത് SC ST ഒക്കെ ആണെങ്കിൽ അവിടെ ജസ്റ്റ് പാസ് ആയിരുന്നാൽ മാത്രം മതി, ലൈക്ക് ജസ്റ്റ് ഗ്രാജുവേറ്റ് ആയിരുന്നാൽ മാത്രം മതി, അവിടെ ഒരു പെർസെൻറ്റേജ് ഓഫ് മാർക്സ് വരുന്നില്ല. പക്ഷേ അറിഞ്ഞിരിക്കുക, ജനറൽ കാറ്റഗറി OBC ആണെങ്കിൽ അവിടെ ഒരു 50% മാർക്സ് എന്നുള്ള ഒരു നമുക്കൊരു കട്ട് ഓഫ് പോലത്തെ ഒരു ഇത് അവിടെ പറയുന്നുണ്ട് എന്നുള്ളത് അറിഞ്ഞിരിക്കുക. ഇനി അടുത്ത ഇമ്പോർട്ടൻ്റ് ആണ് ഏത് ഏജ് വരെ ഉള്ളവർക്ക് എഴുതാൻ പറ്റും. ഇപ്പോൾ നമുക്കത് ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 20 തൊട്ട് 28 വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത്. 28 ഇയേഴ്സ് ആണ് ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത്. പിന്നെ അത് കൂടാതെ നിങ്ങൾക്കറിയാം സാധാരണ എല്ലാ എക്സാംസിനും ഉള്ള ഒരു റിലാക്സേഷൻ ഇവിടെയും വരുന്നുണ്ട്. OBC ആണെങ്കിൽ 3 വർഷത്തെ റിലാക്സേഷൻ ഉണ്ട് എന്ന് പറഞ്ഞാൽ 31 വയസ്സ് വരെ എഴുതാൻ പറ്റും. അതുപോലെ SC ST ആണെങ്കിൽ അവിടെ 5 വർഷത്തെ റിലാക്സേഷൻ വരുന്നുണ്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ ആ 28ൻ്റെ കൂടെ 5 കൂടി ചേർത്ത് 33 ഇയേഴ്സ് വരെ SC STക്ക് എഴുതാൻ പറ്റും. അപ്പോൾ ആ റിലാക്സേഷൻ എപ്പോഴും എല്ലാ എക്സാമിനുള്ള റിലാക്സേഷൻ ഇവിടെയും വരുന്നുണ്ട്. ഇനി ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള കാര്യം എന്താ? നിങ്ങൾക്കറിയാം നമ്മുടെ ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് അവിടുത്തെ ഏറ്റവും വലിയ മോട്ടിവേഷൻ എന്ന് പറയുന്നത് അവിടുത്തെ സാലറി തന്നെയാണ്. നമ്മുടെ ഈ ഒരു അസിസ്റ്റൻറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം ഒരു ക്ലർക്കൽ പോസ്റ്റ് കൂടിയാണ്. നമ്മുടെ ഇപ്പം ബാക്കിയുള്ള ബാങ്ക്സിലൊക്കെ വിളിക്കുന്ന പോലത്തെ ഒരു സെയിം ക്ലർക്കൽ പോസ്റ്റാണ് ഇവിടെയും വരുന്നത്. പക്ഷേ ഈ ക്ലർക്കൽ പോസ്റ്റിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം ഇപ്പം ബാക്കിയുള്ള ക്ലർക്കൽ പോസ്റ്റുകളൊക്കെ എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ SBI ആയിക്കോട്ടെ, ഈവൻ നമ്മുടെ SBI ആയിക്കോട്ടെ, ബാക്കി RRB ആയിക്കോട്ടെ, IBPS ആയിക്കോട്ടെ, ഇതിൻ്റെയൊക്കെ സാലറി വരുന്ന ഏകദേശം ഒരു 33,000
പ്ലസ് അപ് ടു 40-41 വരെയൊക്കെയാണ് നമുക്ക് അതിൻ്റെ സാലറി മാക്സിമം വരുന്നത്. ഓക്കെ, സ്റ്റാർട്ടിംഗ് സാലറി എങ്ങനെയായാലും ഒരു 33 to 37, 38, മാക്സിമം 40 വരെയാണ് പോകുന്നത്. പക്ഷേ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മുടെ RBI അസിസ്റ്റൻ്റ് ഒരു സ്റ്റാർട്ടിംഗ് സാലറി എത്രയാണെന്ന് കാണാൻ പറ്റും. 47,849 റുപ്പീസാണ് വിത്തൗട്ട് HR നമുക്ക് വരുന്ന ആ ഒരു നമ്മുടെ സാലറി എന്ന് പറയുന്നത്. ഓൾമോസ്റ്റ് റഫ്ലി 48,000 എന്ന് നമുക്ക് പറയാം വിത്തൗട്ട് HR. അപ്പോൾ അത്യാവശ്യം ഏറ്റവും നല്ല ലൈക്ക് ഈ ഒരു നമ്മുടെ ബാങ്കിൻ്റെ കേസിലേക്ക് വരുമ്പം ഒരു അസിസ്റ്റൻ്റ് അല്ലെങ്കിൽ ഒരു ക്ലർക്കൽ പോസ്റ്റിലേക്ക് വരുമ്പം ഏറ്റവും നല്ല സാലറി എവിടെ വരുന്നത് ഒരു ഡൗട്ടില്ല നമ്മുടെ RBI തന്നെയാണ്. ഇത് കൂടാതെ ക്വാർട്ടേഴ്സും അങ്ങനെ ഉള്ള കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് അവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഒരുപാട് അലവൻസുകളൂടെയൊക്കെ ചേർത്താണ് നമുക്ക് ഇത് കൂടാതെ വേറെ ഒരുപാട് അലവൻസുകളും കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് അവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ബേസിക് പേ ഓൾമോസ്റ്റ് ആ ഒരു 20,700 ആണ്. അതിൻ്റെ കൂടെ ബാക്കി അലവൻസുകളൂടെയൊക്കെ ചേർത്തിട്ടാണ് ഇവിടെ ഇത്രയും വരുന്നത്. അത് വിത്തൗട്ട് HR ആണ് പക്ഷേ ഇത്രയും എമൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്കൊരു ബ്രീഫ് ഐഡിയ കിട്ടിയിട്ടുണ്ടായിരിക്കും ക്വാളിഫിക്കേഷൻ എന്താ, ഏജ് ലിമിറ്റ് എന്താ, സാലറി എന്താ, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഇനി നമുക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് ഇതിൻ്റെ ഒരു പ്രിപ്പറേഷൻ ഏരിയയിലേക്ക് നമുക്ക് ജസ്റ്റ് ഒന്ന് പോകാം. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് അതിൻ്റെ ആദ്യത്തെ എക്സാം പാറ്റേൺ, ഇതിൻ്റെ പ്രിലിംസ് എക്സാമിൻ്റെ പാറ്റേൺ. അപ്പോൾ പ്രിലിംസ് എക്സാം പാറ്റേൺ നമുക്ക് കാണാൻ പറ്റും. ആസ് യൂഷ്വൽ നമ്മൾ സാധാരണ എല്ലാ ബാങ്കിൻ്റെ എക്സാമിലും ഇപ്പോൾ IPS ആയിക്കോട്ടെ, നമ്മുടെ SBI ആയിക്കോട്ടെ, എല്ലാ ബാങ്കിൻ്റെ എക്സാമിലും കാണുന്ന അതേ സെയിം പാറ്റേൺ ആണ് നമുക്ക് ഇവിടെയും കാണാൻ പറ്റുന്നത്. അതേ ഇംഗ്ലീഷ്, ന്യൂമറിക്കൽ എബിലിറ്റി ആൻഡ് റീസണിംഗ് ഉണ്ട്. നമ്മുടെ സാധാരണ എപ്പോഴും കാണുന്ന പോലെ തന്നെ ന്യൂമറിക്കൽ എബിലിറ്റിയും റീസണിംഗ് നിന്ന് 35 ക്വസ്റ്റൻസ് ആണ് വരുന്നത്. ആൻഡ് ഇംഗ്ലീഷിൽ നിന്ന് 30 ക്വസ്റ്റൻസ്. എല്ലാ ക്വസ്റ്റൻസും ക്യാരി ചെയ്യുന്നത് 1 മാർക്ക് വെച്ചാണ് ക്യാരി ചെയ്യുന്നത്. സോ 100 ക്വസ്റ്റൻ 100 മാർക്സ്. നമ്മുടെ എക്സാം കണ്ടക്ട് ചെയ്യുന്ന എത്ര സമയത്തിലാണ്? 60 മിനിറ്റ് ആണ്. നിങ്ങൾക്ക് കാണാൻ പറ്റും സാധാരണ ബാങ്കിൻ്റെ എക്സാംസിൽ കാണുന്ന ആ സെക്ഷണൽ ടൈമിംഗ് എന്ന് പറയുന്ന സംഭവം 20 മിനിറ്റ് എന്നുള്ളത് ഇവിടെയും നമുക്കുണ്ട്. RBIക്കും നമുക്ക് അതേപോലെ SBIക്കും IPSനും ഒക്കെ കാണുന്ന അതേ സെയിം പാറ്റേൺ ഇവിടെയും നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രിലിംസിൻ്റെ പാറ്റേൺ. അപ്പം ഓൾറെഡി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ആ ഒരു RRB ഈ വർഷം നടന്നിട്ടുള്ള RRB ഓൾറെഡി എഴുതിയിട്ടുണ്ടായിരിക്കും. അതിൻ്റെ അത് നമുക്ക് ഇംഗ്ലീഷ് വരുന്നില്ല. അതുകൂടാതെ നമ്മൾ ഇപ്പോൾ IBPS എഴുതിയിട്ടുണ്ടായിരിക്കും. അതിൻ്റെ ക്ലർക്കും PO ഒക്കെ തന്നെ എഴുതിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇതൊക്കെ എഴുതിയിട്ടുള്ളവർക്ക് ഉറപ്പായിട്ട് ഈ ഒരു എക്സാം നിങ്ങൾക്ക് എഴുതാൻ പറ്റും. നിങ്ങൾക്ക് ഇവിടെ വരുന്നൊരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ കട്ട് ഓഫ് കൂടുതലായിരിക്കും. സോ ആ ഒരു ലെവൽ ഓഫ് ക്വസ്റ്റൻസ് നിങ്ങൾ എന്ത് ചെയ്യണം? അറ്റൻഡ് ചെയ്യണം. അല്ലെങ്കിൽ അത്രയും നമ്പർ ഓഫ് ക്വസ്റ്റൻസ് നിങ്ങൾ അവിടെ അറ്റൻഡ് ചെയ്യണം. സാധാരണ നമ്മൾ RRBയുടെ കട്ട് ഓഫ് നമുക്കറിയാം, അത്യാവശ്യം 80ൽ നല്ലൊരു കട്ട് ഓഫ് ആണ് വരുന്നത്. അതേപോലെ ഇവിടെയും കട്ട് ഓഫ് കുറച്ച് കൂടുതലാണ് വരുന്നത്. സോ അതുകൊണ്ട് ആ ലെവൽ ഓഫ് അത്രയും നമ്പർ ഓഫ് ക്വസ്റ്റൻസ് നിങ്ങൾ അവിടെ അറ്റൻഡ് ചെയ്യണം. അതാണ് അവിടെ വരുന്ന ഒരു ടാസ്ക് എന്ന് പറയുന്നത്. ഇത് പ്രിലിംസിൻ്റെ പാറ്റേൺ. ഇത് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത സെലക്ട് ആയതിനു ശേഷം നമ്മൾ ഈ പ്രിലിംസ് ക്ലിയർ ചെയ്തതിനു ശേഷം പിന്നെ പോകുന്നത് മെയിൻസിലേക്കായിരിക്കും. ഇനി മെയിൻസിൻ്റെ പാറ്റേൺ നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞാൽ കാണാം. റീസണിംഗ്, ഇംഗ്ലീഷ്, ന്യൂമറിക്കൽ എബിലിറ്റി, ജനറൽ അവയർനെസ് ആൻഡ് കമ്പ്യൂട്ടർ നോളജ് കൂടി നമുക്ക് അവിടെ വരുന്നുണ്ട്. നിങ്ങൾക്കറിയാം ഈ കമ്പ്യൂട്ടർ നോളജ് നമ്മുടെ RRBയുടെ ക്ലർക്ക് POയുടെ മെയിൻസിന് വരാറുണ്ട്. പക്ഷേ SBIയുടെയോ അല്ലെങ്കിൽ IBPSൻ്റെ എക്സാംസിനോ ക്ലർക്കിനോ POനോ വരാറില്ല. പക്ഷേ ഇവിടെ നമ്മുടെ RBIക്ക് എന്ത് ചെയ്യുന്നുണ്ട്? കമ്പ്യൂട്ടർ നോളജിൻ്റെ ക്വസ്റ്റൻസ് വരുന്നുണ്ട്. ഇനി ക്വസ്റ്റൻസ് കൗണ്ട് നോക്കിക്കഴിഞ്ഞാലും വളരെ എന്താ പറയുക, എല്ലാത്തിലും ഒരേ നമ്പർ ഓഫ് ക്വസ്റ്റൻസ് ആണ് ചോദിക്കുന്നത്. 40 വെച്ചാണ് എല്ലാത്തിലും ചോദിക്കുന്നത്. അപ്പോൾ 40 വെച്ച് 5 സെക്ഷൻസ് ഉണ്ട്. സോ മൊത്തം നമുക്ക് 200 ക്വസ്റ്റൻസ് ആണ് വരുന്നത്. എല്ലാ ക്വസ്റ്റൻസും ക്യാരി ചെയ്യുന്ന സെയിം മാർക്ക് തന്നെയാണ്. നിങ്ങൾക്കറിയാം IPS SBIയിലൊക്കെ നമുക്ക് അവിടെ ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരാറുണ്ട്. പക്ഷേ ഇവിടെ ഒരു വ്യത്യാസമില്ല. എത്ര ക്വസ്റ്റൻ ഉണ്ടോ അത്രയും തന്നെ മാർക്കാണ് വരുന്നത്. 200 ക്വസ്റ്റൻ 200 മാർക്ക്. ഇനി സെക്ഷണൽ ടൈമിങ്ങിലേക്ക് വന്നാൽ നമുക്കവിടെ റീസണിങ്, അതുപോലെ ഇംഗ്ലീഷും ന്യൂമറിക്കൽ എബിലിറ്റിക്ക് 30 മാർക്സ് വെച്ചും പിന്നെ അതുകൂടാതെ നമ്മുടെ ജനറൽ അവയർനെസ്സിനും ഒരു കമ്പ്യൂട്ടറിനും 25ഉം 20 മിനിറ്റും വെച്ചാണ്. എന്ന് പറഞ്ഞാൽ മൊത്തം എക്സാം നടക്കുന്നത് 1 അവർ നമുക്കവിടെ 135 മിനിറ്റ്സിലാണ് എക്സാം നടക്കുന്നത്. അപ്പം 135 മിനിറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 മണിക്കൂർ 15 മിനിറ്റിലാണ് നമുക്ക് എക്സാം നടക്കുന്നത്. കഴിഞ്ഞാൽ 2.25 മണിക്കൂറിലാണ് നമുക്ക് എക്സാം നടക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ മെയിൻസിൻ്റെ പാറ്റേൺ. ഇനി മെയിൻസ് കൂടാതെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ RBI അസിസ്റ്റൻ്റ് ആണ്. എന്ന് പറഞ്ഞാൽ ഓരോ സ്റ്റേറ്റിലായിരിക്കും വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ആ സ്റ്റേറ്റിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ആ സ്റ്റേറ്റിലെ ലോക്കൽ ലാംഗ്വേജ് അറിഞ്ഞിരിക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു അസിസ്റ്റൻ്റ് പോസ്റ്റ് ആയതുകൊണ്ട് നമുക്ക് അവിടെ എന്തുകൂടി വരുന്നുണ്ട്? LPT കൂടി വരുന്നുണ്ട്. ലാംഗ്വേജ് പ്രൊഫഷൻസി ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആ സ്റ്റേറ്റിലെ ലോക്കൽ ലാംഗ്വേജ് അറിഞ്ഞിരിക്കണം. നമ്മൾ ആ ഒരു ലാംഗ്വേജ് ടെസ്റ്റിൽ ഡിസ്ക്വാളിഫൈ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ കംപ്ലീറ്റ്ലി ഈ ഒരു പോസ്റ്റിൽ തന്നെ റിമൂവ് ചെയ്യും. അല്ലെങ്കിൽ നമ്മൾ കംപ്ലീറ്റ്ലി ഡിസ്ക്വാളിഫൈ ചെയ്യും എന്നുള്ളത് ക്ലിയർലി നമ്മുടെ നോട്ടിഫിക്കേഷനിൽ പറയുന്നുണ്ട്. കാൻഡിഡേറ്റ് നോട്ട് പ്രൊഫിഷ്യൻറ്റ് ഇൻ ദി ഒഫീഷ്യൽ ലോക്കൽ ലാംഗ്വേജ് ഷാൽ ബി ഡിസ്ക്വാളിഫൈഡ് എന്ന് ക്ലിയർലി പറയുന്നുണ്ട്. സോ നമ്മുടെ എക്സാംസ് എല്ലാം ക്ലിയർ ചെയ്താലും ഈ ഒരു ലാംഗ്വേജ് ടെസ്റ്റ് ഫെയിൽ ആയി കഴിഞ്ഞാൽ നമ്മൾ ഫെയിൽ ആവും, അല്ലെങ്കിൽ നമ്മൾ ഡിസ്ക്വാളിഫൈ ആവും കംപ്ലീറ്റ്ലി എന്നുള്ളത് അറിഞ്ഞിരിക്കുക. സോ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ലാംഗ്വേജ് അറിഞ്ഞിരിക്കുക എന്നുള്ളത്. സോ ഇതാണ് നമ്മുടെ എക്സാംസിൻ്റെ ഒരു ഓവറോൾ പാറ്റേൺ എന്ന് പറയുന്നത് നമ്മുടെ RBIയുടെ എക്സാംസ് വരുമ്പോൾ. ഇനി ഇതിൻ്റെ ഒരു സിലബസ് നിങ്ങളെ ഒന്ന് ഓടിച്ച് കാണിച്ചു തരുവാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ സിലബസ് അറിയാം. നമ്മൾ ഓൾറെഡി ഇത് പലതവണ ഷെയർ ചെയ്തിട്ടുണ്ട് നിങ്ങളുമായിട്ട് ബാങ്ക് എക്സാംസിൻ്റെ കേസിൽ. അപ്പോൾ ഇതാണ് നമ്മുടെ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിൻ്റെ സിലബസ്. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കാവുന്നതാണ് നിങ്ങളുടെ പ്രിപ്പറേഷന് വേണ്ടി. അപ്പോൾ എക്സാക്ട്ലി സെയിം ടോപ്പിക്സ് ആണ് വരുന്നത്. ഒന്നും എക്സ്ട്രാ വരുന്നില്ല, ഒന്നും കുറയുന്നില്ല.
എക്സാക്ട്ലി സെയിം ടോപ്പിക്സ് ആണ് നമുക്ക് അവിടെ വരുന്നത്. ഇത് കഴിഞ്ഞാൽ അടുത്ത നമ്മുടെ റീസണിങ്ങിലേക്ക് പോകുമ്പോഴും അതേ എക്സാക്ട്ലി സെയിം ടോപ്പിക്സ് തന്നെയാണ് ഇവിടെയും ഉള്ളത്. ആൻഡ് ഇംഗ്ലീഷിലേക്ക് പോകുമ്പോഴും അതേ സെയിം ടോപ്പിക്സ് ആണ് വരുന്നത്. സോ ഒരു വ്യത്യാസവും ഇല്ല. നമ്മുടെ ആ ഒരു പ്രിലിംസ് ലെവലിലേക്ക് വരുമ്പോൾ സിലബസ് എക്സാക്ട്ലി സെയിം ആണ്, ഒരു വ്യത്യാസവും ഇല്ല. ഇനി നമുക്ക് കുറച്ചുകൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ ഈ ഒരു RBI എക്സാമിനെ കുറിച്ച് കുറച്ചുകൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ അടുത്തതാണ് എത്ര മാർക്ക് വേണം ഈ ഒരു എക്സാമിൻ്റെ പ്രിലിംസ് ക്ലിയർ ചെയ്യണമെങ്കിൽ. വളരെ കോമൺ ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ. അപ്പോൾ നിങ്ങൾ ഈ കാണുന്നത് നമ്മുടെ ഏറ്റവും ലേറ്റസ്റ്റ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഈ അസിസ്റ്റൻ്റ് ഏറ്റവും ലേറ്റസ്റ്റ് നമ്മുടെ ആ ഒരു പ്രിലിംസ് എക്സാമിൻ്റെ കട്ട് ഓഫ് ആണ് നിങ്ങൾ ഈ കാണുന്നത്. നമ്മുടെ RBI തന്നെ പബ്ലിഷ് ചെയ്തിട്ടുള്ള കട്ട് ഓഫ് നിങ്ങൾക്ക് കാണാൻ പറ്റും. നമ്മുടെ എല്ലാ സ്റ്റേറ്റിൻ്റെയും ഡീറ്റെയിൽസ് അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ എല്ലാ സ്റ്റേറ്റിൻ്റെ ഡീറ്റെയിൽസ് നമ്മളോട് ചെക്ക് ചെയ്യുവാണെങ്കിൽ ഏറ്റവും ലാസ്റ്റിലായിട്ട് നമ്മുടെ ട്രിവാൻഡ്രം അല്ലെങ്കിൽ തിരുവനന്തപുരം ആൻഡ് കൊച്ചി അവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ കേരള സോണിൻ്റെ അവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് അവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ജനറൽ കാറ്റഗറിയിലേക്ക് വരുമ്പോൾ അതിൻ്റെ ഒരു കട്ട് ഓഫ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും 95.25 ആണ് വരുന്നത് ഔട്ട് ഓഫ് 100. നമ്മുടെ 100 നമുക്ക് വരുന്ന കട്ട് ഓഫ് 95.25 ആണ് ലാസ്റ്റ് ഇയർ വന്ന കട്ട് ഓഫ്. അത് കാണാൻ പറ്റും. നമ്മുടെ കേരളത്തിൻ്റെ മാത്രമല്ല ഏതൊരു സ്റ്റേറ്റ് എടുത്താലും നിങ്ങൾക്ക് കാണാൻ പറ്റും എല്ലാ സ്റ്റേറ്റിൻ്റെയും റേഞ്ച് ഏകദേശം അവിടെ തന്നെയാണ് 95-96 റേഞ്ചിൽ തന്നെയാണ് നിൽക്കുന്നത്. വളരെ റയറായിട്ട് ചില സ്ഥലങ്ങൾ മാത്രമേ എന്ത് ചെയ്തിട്ടുള്ളൂ അത് കുറച്ചൊന്ന് കുറഞ്ഞിട്ടുള്ളൂ. ഫോർ എക്സാമ്പിൾ ബാംഗ്ലൂർ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെ 91 വരുന്നുണ്ട്. പക്ഷേ അവിടുത്തെ ലോക്കൽ ലാംഗ്വേജ് നമ്മൾ അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ പിന്നെ നമുക്ക് വരുമ്പോൾ കുറച്ചുകൂടി കുറവ് വരുന്നത് വേറെ ചില സ്റ്റേറ്റുകൾ വരുമ്പോൾ നമുക്ക് കുറച്ചുകൂടി കുറയുന്നുണ്ട്. പക്ഷേ അവിടെ ഒരു വലിയ വേരിയേഷൻ വരുന്നില്ല. നിങ്ങൾക്ക് കാണാൻ പറ്റും 93, 91 ഒക്കെയാണ് വരുന്നത്. പക്ഷേ ബാക്കിയുള്ള എല്ലാ സ്റ്റേറ്റ്സും 95 or 96 ആ റേഞ്ചിലാണ് വരുന്നത്. സോ ഔട്ട് ഓഫ് 100 നമുക്ക് ഏകദേശം ഒരു 97-ഓളം 96-97 ആയിരിക്കണം നമ്മുടെ ടാർഗറ്റ്. അത്രയും കറക്റ്റായിട്ട് എഴുതിയാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ഇതിൻ്റെ പ്രിലിംസ് ക്ലിയർ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇതും അറിഞ്ഞിരിക്കുക. നിങ്ങൾ എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ആദ്യം അറിഞ്ഞിരിക്കുന്ന കാര്യമാണ് ദാറ്റ് നിങ്ങളുടെ ഒരു ടാർഗറ്റ് സ്കോർ എത്ര ആയിരിക്കണം ഈ ഒരു എക്സാം ക്ലിയർ ചെയ്യാൻ വേണ്ടി. സോ ഇതിന് ശേഷം ഇനി നമ്മൾ ഈ ഒരു പോസ്റ്റിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് പോയി കഴിഞ്ഞാൽ ഒന്ന് ഡെഫിനറ്റ്ലി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇനി പ്രിപ്പറേഷനിലേക്ക് വരുവാണെങ്കിൽ പ്രിപ്പറേഷൻ ഏറ്റവും കൂടുതൽ നമ്മൾ അട്രാക്ട് ചെയ്യുന്ന കാര്യമാണ് ഇതിൻ്റെ സാലറിയും അതുപോലെ തന്നെ ഇതിൻ്റെ കൂടെ കിട്ടുന്ന അലവൻസും കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മൾ അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് നമുക്കൊന്ന് ഓടിച്ച് നോക്കാം. അപ്പോൾ നമ്മുടെ ഈ ഒരു RBI അസിസ്റ്റൻ്റിലേക്ക് വരുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ ബേസിക് സാലറി എന്ന് പറയുന്നത് ഈ പറഞ്ഞ 20,700 ആണ്. ഇതിൻ്റെ കൂടെ ബാക്കിയുള്ള അലവൻസുകളെല്ലാം കൂടി ചേർത്തിട്ടാണ് നമ്മൾ നേരത്തെ കണ്ട ഓൾമോസ്റ്റ് ആ ഒരു 48,000 അടുപ്പിച്ചുള്ള ആ ഒരു എമൗണ്ടിലേക്ക് അത് എത്തുന്നത്. ഇത് കൂടാതെ നമുക്ക് പിന്നെ വരുന്ന ഇപ്പോൾ ഈ ഒരു ബേസിക് പേയുടെ കൂടെ ബാക്കിയുള്ള അലവൻസുകൾ എന്തൊക്കെയാണ് അലവൻസുകൾ ചേർത്തിട്ടാണ് ആ 48,000ലേക്ക് വരുന്നത്. നമ്മുടെ ഡിയറൻസ് അലവൻസ് ഉണ്ട് നിങ്ങൾക്കറിയാം. അതുകൂടാതെ HR ഹൗസ് റെൻറ്റ് അലവൻസ് ഉണ്ട്. ഹൗസ് റെൻറ്റ് അലവൻസ് ഇല്ലാതാണ് നമ്മൾ നേരത്തെ കണ്ട എമൗണ്ട് കണ്ടത്. ഇത് കൂടാതെ സിറ്റി കോമ്പൻസേറ്ററി അലവൻസ് ഉണ്ട്, ട്രാൻസ്പോർട്ടേഷൻ അലവൻസ് ഉണ്ട്, ഇങ്ങനെ പിന്നെ പെട്രോൾ അലവൻസ് അങ്ങനെയുള്ള വേറെ ഒരുപാട് കാര്യങ്ങൾ പിന്നെ അഡീഷണൽ വരുന്നുണ്ട്. ഇനി നമുക്ക് ഇവിടുത്തെ ജോബ് പ്രൊഫൈൽ നോക്കിക്കഴിഞ്ഞാൽ അസിസ്റ്റൻ്റ് ആണ്. അപ്പോൾ അസിസ്റ്റൻ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഫയൽസ് മെയിൻറ്റെയിൻ ചെയ്യുക, ഡാറ്റാസ് എൻ്റർ ചെയ്യുക, അതുപോലെ തന്നെ ഇമെയിൽസ് ഒക്കെ മാനേജ് ചെയ്യുക, അതുപോലെ തന്നെ RTI ക്വയറീസ് ഉണ്ടെങ്കിൽ അതൊക്കെ മാനേജ് ചെയ്യുക, അതുപോലെ എമർജൻസി നമ്മുടെ കറൻസീസ് ഹാൻഡിൽ ചെയ്യുക, അതുപോലെ അതിൻ്റെ സർക്കുലേഷനിലൊക്കെ ഹെൽപ്പ് ചെയ്യുക, അതുപോലെ ബാങ്കിൻ്റെ ഡോക്യുമെൻറ്റ്സ് വെരിഫൈ ചെയ്യുക, ട്രഷറി വർക്ക് ഹാൻഡിൽ ചെയ്യുക, അതുപോലെ നമ്മുടെ ഹയർ അതോറിറ്റീസുമായിട്ടുള്ള കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്യുക. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ലൈക്ക് ഒരു അസിസ്റ്റൻറ്റിന് വരുന്ന വർക്ക്സ് ആണ് ഇതൊക്കെ എന്ന് പറയുന്നത്. പിന്നെ ഇത് കൂടാതെ തന്നെ പോസ്റ്റിംഗിൻ്റെ ലൊക്കേഷൻ. ഓക്കെ, പോസ്റ്റിൻ്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ നമ്മൾ കേരളത്തിലാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ നമുക്ക് കേരളത്തിലുള്ള RBIയിലേക്കായിരിക്കും ലൈക്ക് നമ്മുടെ ട്രിവാൻഡ്രത്തുള്ള RBIയുടെ ഓഫീസിലേക്കായിരിക്കും നമുക്ക് മോസ്റ്റ്ലി പോസ്റ്റിംഗ് നമുക്ക് വരുന്നത്. ആ സ്റ്റേറ്റിലെ RBIയിലേക്കായിരിക്കും നമുക്ക് പോസ്റ്റിംഗ് വരുന്നത്. ഇനി ഇത് കൂടാതെ കുറച്ചുകൂടി അട്രാക്റ്റീവ് ഉള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ പോകുകയാണെങ്കിൽ RBI അസിസ്റ്റൻ്റിൻ്റെ ഒരു സാലറി ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ് എന്ന് നമുക്ക് ജസ്റ്റ് റഫായിട്ട് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് മെഡിക്കൽ ബെനിഫിറ്റ്സ് വരുന്നുണ്ട്. RBI അസിസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് ജോലി കിട്ടിക്കഴിഞ്ഞാൽ നമുക്കും അതുപോലെ തന്നെ ഫാമിലി മെമ്പേഴ്സിനും ഓക്കെ നമുക്ക് മാത്രമല്ല ഫാമിലി മെമ്പേഴ്സിനും എന്ത് ചെയ്യാൻ പറ്റും മെഡിക്കൽ ബെനിഫിറ്റ്സ് കിട്ടും. ലൈക്ക് ഹെൽത്ത് ഇൻഷുറൻസും അതുപോലെ തന്നെ മെഡിക്കൽ എക്സ്പെൻസ് റീംബേഴ്സ് ചെയ്ത് കിട്ടിയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ വരുന്നുണ്ട്. ഇത് കൂടാതെ പിന്നെ പെൻഷൻ ആൻഡ് ഗ്രാറ്റുവിറ്റി ഉണ്ട് നമുക്ക് RBI അസിസ്റ്റൻ്റിന് കിട്ടുന്നത്. ലീവ് പോളിസീസ് നിങ്ങൾക്കറിയാം, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലീവ് ഉണ്ട്, പെയ്ഡ് ലീവ്സ് ഉണ്ട്. ഇത് കൂടാതെ തന്നെ നമുക്ക് മെറ്റർണിറ്റി ലീവും അതുപോലെ തന്നെ സിക്ക് ലീവ്, ക്യാഷ് ലീവ്, ഏൺഡ് ലീവ് അങ്ങനെയുള്ള ലീവ്സ് ഒക്കെ തന്നെ നമുക്ക് അവിടെ കിട്ടുന്നുണ്ട്. സോ ഇത് കൂടാതെ പിന്നെ വരുന്ന അഡീഷണൽ ആയിട്ട് വരുന്ന കാര്യങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ട്രാവൽ അലവൻസ് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ട്രാവൽ അലവൻസ് കൂടാതെ തന്നെ ഹൗസ് റെൻറ്റ് അലവൻസ് ഉണ്ട്, ഡിയറൻസ് അലവൻസ് ഉണ്ട്, കൺവെയൻസ് അലവൻസ് ഉണ്ട്. പിന്നെ ലോൺ ഫെസിലിറ്റീസ് ഉണ്ട്. RBI അസിസ്റ്റൻ്റായിട്ട് ജോലി കിട്ടുവാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി കുറഞ്ഞ റേറ്റ്സിൽ നമുക്ക് എന്ത് കിട്ടും പേഴ്സണൽ ലോൺസും ഹൗസിംഗ് ലോൺസും അതുപോലെ വെഹിക്കിൾ ലോൺസ് സബ്സിഡൈസ്ഡ് ഇൻട്രസ്റ്റ് റേറ്റ്സ് നമുക്കത് കിട്ടും. അത് ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ വർക്ക് ലൈഫ് ബാലൻസ് നമ്മൾ ഈ ഒരു RBI അസിസ്റ്റൻ്റിലേക്ക് വരുമ്പോൾ പിന്നെയും കിട്ടുന്ന ഒരു അഡ്വാൻറ്റേജ് അതാണ് വർക്ക് ലൈഫ് ബാലൻസ്. ഓക്കെ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു പേ ഉണ്ട്. ഇത് കൂടാതെ നമുക്ക് വർക്കിംഗ് ഹവേഴ്സ് ഫിക്സ്ഡ് വർക്കിംഗ് ഹവേഴ്സ് ആണ്.
ആണ്. നമുക്കവിടെ അഡീഷണൽ ഒരുപാട് എക്സ്ട്രാ വർക്ക്സ് വരുന്നില്ല. ഇപ്പോൾ നിങ്ങൾക്കറിയാം നമ്മുടെ സാധാരണ ബാങ്ക്സിലേക്ക് വരുമ്പോഴത്തേക്കും ചിലപ്പം ചില ബാങ്ക്സിൽ ഭയങ്കര തിരക്കാണെങ്കിൽ അല്ലെങ്കിൽ നമുക്കവിടെ വർക്ക് ലോഡ് കൂടുതലാണെങ്കിൽ ചിലപ്പോൾ അവിടെ നിന്നൊക്കെ ഇറങ്ങാൻ കുറച്ചുകൂടി ലേറ്റ് ആവാറുണ്ട്. വൈകിട്ട് 5 മണി അല്ലെങ്കിൽ ചിലപ്പോൾ 6, 7 അങ്ങനെയൊക്കെ പോകാറുണ്ട്. പക്ഷേ ഇവിടെ വരുമ്പോഴത്തേക്കും നമുക്ക് ആ ഒരു ഇഷ്യൂ വരാറില്ല. നമുക്കിവിടെ വർക്ക് ലൈഫ് ബാലൻസ് നല്ലപോലെ കിട്ടുന്നുണ്ട്. കറക്റ്റ് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള വർക്കിംഗ് ഹവേഴ്സ് ഉണ്ട് നമുക്ക്. അപ്പോൾ അഡീഷണൽ വർക്ക്സ് ഒന്നും വരുന്നില്ല. വീക്കെൻഡ്സിൽ അങ്ങനെ അഡീഷണൽ വർക്ക്സ് ഒന്നും വരുന്നില്ല. സോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല. സോ സ്ട്രെസ് ഫ്രീ ആയിരിക്കും നമ്മൾ. അതുപോലെ ജോബ് സെക്യൂരിറ്റി, നിങ്ങൾക്കറിയാം ഗവൺമെൻറ് ജോബ് എന്ന് പറയുമ്പോൾ തന്നെ ഉറപ്പായിട്ടും ജോബ് സെക്യൂരിറ്റീസ് നമുക്ക് അവിടെ ഡെഫിനറ്റ്ലി ഉണ്ടായിരിക്കും. അപ്പോൾ അതുകൂടാതെ നമ്മൾ ഓൾറെഡി നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഈ സാലറീൻ്റെ അകത്ത് തന്നെ ഈ അലവൻസുകളെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് നമുക്ക് അലവൻസുകൾ വരുന്നത്. ഇത് കൂടാതുള്ള ബെനിഫിറ്റ്സ് ആണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. ഇനി അടുത്ത നമുക്ക് ഇത് കൂടാതെ ഇപ്പം നമ്മൾ പറഞ്ഞ ഈ ഒരു ബെനിഫിറ്റ്സ് എല്ലാം കൂടാതെ ബെനിഫിറ്റ്സും സാലറി വരുന്ന അലവൻസും കൂടാതെ എക്സ്ട്രാ വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? നമുക്ക് വെഹിക്കിൾ മെയിൻ്റനൻസിന് അലവൻസ് കിട്ടുന്നുണ്ട്. ഓക്കെ, എഗെയിൻ വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ. ന്യൂസ് പേപ്പറിന് അലവൻസുകൾ കിട്ടുന്നുണ്ട്. അതുപോലെ ബ്രീഫ് കേസ്, നമ്മൾ ബാഗ് നമ്മൾ ഈ ഒരു ഓഫീസിലേക്ക് കൊണ്ടുപോകാനുള്ള ബാഗ്, ബ്രീഫ് കേസ്, അതിന് അലവൻസുകളുണ്ട്. അതുപോലെ മെഡിക്കൽ എക്സ്പെൻസ് കവർ ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ ലോൺ ഇൻട്രസ്റ്റ് റേറ്റ്സിൽ നമുക്കവിടെ റേറ്റ് കുറച്ചാണ് നമുക്ക് ആ ലോൺസ് ഒക്കെ കിട്ടുന്നത്. ഇനി ലാസ്റ്റ് വൺ, നമ്മുടെ ഈ പറയുന്ന ഒരു പോസ്റ്റിലേക്ക് പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സാലറി പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ കരിയർ ഗ്രോത്ത്. നമ്മുടെ കരിയർ ഗ്രോത്ത് എങ്ങനെ ആയിരിക്കും, ലൈക്ക് ഈ ഒരു പോസ്റ്റിൽ നമ്മൾ ജോയിൻ ചെയ്താൽ നമുക്ക് മുമ്പിലോട്ടുള്ള ജേർണി എങ്ങനെയാണ്, നമ്മൾ ഏതൊക്കെ പോസ്റ്റ് വരെ എത്താൻ സാധ്യതയുണ്ട് എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു ഹൈറാർക്കിയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. നിങ്ങളൊരു RBI അസിസ്റ്റൻ്റായിട്ട് ജോയിൻ ചെയ്യുകയാണെങ്കിൽ അടുത്ത പിന്നെ നിങ്ങൾ അവിടുന്ന് പ്രൊമോട്ടായി എത്തുന്നത് സീനിയർ അസിസ്റ്റൻറ്റ് പോസ്റ്റിലേക്കായിരിക്കും നിങ്ങൾ പ്രൊമോട്ടായി വരുന്നത്. ഇനി അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നിങ്ങൾ വരുന്നത് അസിസ്റ്റൻറ്റ് മാനേജർ. അപ്പോൾ പിന്നെ നിങ്ങളുടെ ആ ഒരു വർക്കിനനുസരിച്ച് നിങ്ങളുടെ എഫിഷ്യൻസി അനുസരിച്ചായിരിക്കും പിന്നെ നിങ്ങളുടെ പോസ്റ്റിങ്സ് വരുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ പ്രൊമോഷൻസ് വരുന്നത്. സോ അവിടെ നിന്ന് ഈ ഒരു സീനിയർ അസിസ്റ്റന്റിൽ നിന്ന് നിങ്ങളുടെ ആ ഒരു വർക്കും നിങ്ങളുടെ എഫിഷ്യൻസി അനുസരിച്ച് അസിസ്റ്റന്റ് മാനേജറായിട്ടും പിന്നെ അവിടുന്ന് മാനേജറായിട്ടും പിന്നെ അസിസ്റ്റന്റ് ജനറൽ മാനേജർ, ഡെപ്യൂട്ടി ജനറൽ മാനേജർ ആൻഡ് ചീഫ് ജനറൽ മാനേജർ വരെ എത്താനുള്ള നമുക്ക് പ്രൊമോഷൻ വഴി എത്താനുള്ള ചാൻസസ് ആണ് അവിടെ വരുന്നത്. സോ വളരെ നല്ലൊരു കരിയർ ഗ്രോത്ത് ഉള്ള ഒരു ഏരിയ കൂടിയാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റും. നമുക്ക് ജസ്റ്റ് ഒരു അസിസ്റ്റൻറ്റിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് നമുക്ക് ചീഫ് ജനറൽ മാനേജർ വരെ ആ ഒരു പോസ്റ്റ് വരെ എത്താൻ പറ്റും നമ്മുടെ എഫിഷ്യൻസി അനുസരിച്ച്. സോ ഇതൊക്കെയാണ് നമ്മുടെ RBI അസിസ്റ്റൻ്റ് ആ ഒരു പോസ്റ്റിലേക്ക് വരുമ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഓൾറെഡി എന്തൊക്കെ നോക്കി, എക്സാമിനെ കുറിച്ച് നോക്കി, അതിൻ്റെ ക്വാളിഫിക്കേഷൻസ്, ഏജ് ലിമിറ്റ്, അതുപോലെ തന്നെ ഇവിടെ കിട്ടുന്ന ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ നോക്കിയിട്ടുണ്ട്. സോ ഇനി RBI അസിസ്റ്റൻ്റ് നമ്മൾ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ RBI അസിസ്റ്റൻ്റ് നോട്ടിഫിക്കേഷൻ ഈ വർഷം ഇതുവരെ വിളിച്ചിട്ടില്ല. സോ എപ്പം വേണമെങ്കിലും വരാൻ നമുക്ക് വിളിക്കത്തില്ല എന്ന് വിചാരിക്കാൻ പറ്റത്തില്ല. ബിക്കോസ് ഇത് എല്ലാ വർഷവും വിളിക്കുന്ന ഒരു എക്സാമാണ്. അതുകൊണ്ട് തന്നെ ഈ വർഷം അത് വിളിക്കേണ്ടതാണ്. പക്ഷേ മേ ബി എന്തെങ്കിലും റീസൺസ് കൊണ്ട് നമ്മളിപ്പോൾ SBIയുടെ നോട്ടിഫിക്കേഷൻ ലേറ്റ് ആവുന്ന കണക്ക് തന്നെ എന്തൊക്കെയോ റീസൺസ് കൊണ്ട് RBIയുടെ ഈ അസിസ്റ്റന്റ് നോട്ടിഫിക്കേഷൻ ലേറ്റ് ആവുകയാണ്. പക്ഷേ നമ്മൾ പറഞ്ഞ പോലെ തന്നെ എപ്പം വേണമെങ്കിലും ഈ ഒരു നോട്ടിഫിക്കേഷൻ വരാം. സോ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പ്രിപ്പറേഷനിൽ ഒരിക്കലും നോട്ടിഫിക്കേഷൻ വന്നില്ലല്ലോ, സോ വരാൻ ചാൻസ് ഇല്ലല്ലോ എന്ന് പറഞ്ഞ് ലാഗ് ആവാൻ പാടില്ല. നിങ്ങളുടെ പ്രിപ്പറേഷൻ നിങ്ങൾ എങ്ങനെയാണോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതേപോലെ തന്നെ കണ്ടിന്യൂ ചെയ്ത് പോവുക. ഓൾറെഡി SBI എക്സാമിന് വേണ്ടി നിങ്ങൾ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് RBI അസിസ്റ്റന്റ് കൊണ്ടുപോകാൻ പറ്റും. ബിക്കോസ് നമ്മൾ നേരത്തെ പറഞ്ഞുള്ള രണ്ടിൻ്റെയും പ്രിലിംസിൻ്റെ പാറ്റേൺ എന്താണ് എക്സാക്ട്ലി സെയിം, ഒരു വ്യത്യാസവും ഇല്ല. സോ നിങ്ങളുടെ പ്രിപ്പറേഷൻ നല്ല രീതിയിൽ കൊണ്ടുപോകുക. ഇനി അടുത്ത വർഷത്തെ എക്സാംസിനൊക്കെ വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർ കൂടിയാണെങ്കിൽ, ഓക്കെ, നിങ്ങൾ അടുത്ത വർഷത്തെ എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർ കൂടിയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ബാച്ചസിൻ്റെ ഒക്കെ കൂടെ ജോയിൻ ചെയ്ത് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. അപ്പം ബാച്ചസിൻ്റെ കൂടെ ചേർന്ന് ജോയിൻ ചെയ്ത് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ, എസ്പെഷ്യലി ഇപ്പം കോളേജിൻ്റെ ഒക്കെ ഫൈനൽ ഇയേഴ്സ് ഒക്കെയാണ്, നിങ്ങൾ അടുത്ത വർഷം ഈ ഒരു April, May ഒക്കെ ആകുമ്പോൾ പാസ് ഔട്ട് ആവാൻ പോവുക. സോ അടുത്ത വർഷത്തെ ഈ RBI അസിസ്റ്റൻ്റ് ഒക്കെ എക്സാം അറ്റൻഡ് ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉണ്ട്. അതുപോലെ SBI എക്സാംസ്, ഈവൻ ബാങ്ക് എക്സാംസ് പ്രിപ്പയർ ചെയ്യാൻ പ്ലാൻ ഉള്ളവരാണെങ്കിലും നിങ്ങൾക്ക് ബാച്ചസിൻ്റെ ഒക്കെ കൂടെ ജോയിൻ ചെയ്ത് ഇപ്പോഴേ പ്രിപ്പയർ ചെയ്ത് തുടങ്ങാം. സോ ദാറ്റ് നിങ്ങൾ പാസ് ഔട്ട് ആകുമ്പോൾ തന്നെ നിങ്ങൾ പിന്നെ ഒരു സെപ്പറേറ്റ് പ്രിപ്പറേഷനിലേക്ക് പോവാതെ ഈ ഒരു സമയത്ത് ഇതിൻ്റെ കൂടെ തന്നെ പ്രിപ്പയർ ചെയ്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഒരു പാസ് ഔട്ട് ആകുമ്പോൾ തന്നെ നിങ്ങൾ ഓൾറെഡി പ്രിപ്പയർഡ് ആയിരിക്കും. സിലബസ് ഒക്കെ നിങ്ങൾക്ക് അറിയാമായിരിക്കും, നിങ്ങൾ ഓൾറെഡി ക്ലാസ്സസ് ഒക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. പിന്നെ നിങ്ങൾ മോക്ക് ടെസ്റ്റും ബാക്കിയുള്ള പ്രാക്ടീസും ചെയ്ത് എക്സാം ആകുമ്പോഴത്തേന്ന് നിങ്ങളുടെ ആ ഒരു നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആ കട്ട് ഓഫ് മാർക്ക്, ആ ടാർഗറ്റ് സ്കോറിലേക്ക് എത്തിച്ചേർന്നാൽ മാത്രം മതി. സോ നിങ്ങളുടെ ആ ഒരു പ്രിപ്പറേഷൻ അത് ഇപ്പോഴേ സ്റ്റാർട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് ആ ഒരു സമയം ആ ഒരു പോയിന്റ് റീച്ച് ചെയ്യാൻ പറ്റത്തുള്ളൂ. നമ്മൾ എക്സാംസ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ ആ ഒരു May, June, July ആ സമയത്താണ് പ്രിപ്പയർ ചെയ്ത് തുടങ്ങുന്നതെങ്കിൽ നമുക്കത് കുറച്ചുകൂടി ലാഗ് ആവും. ബിക്കോസ് നമ്മുടെ എക്സാംസ് ഒക്കെ തന്നെ ഒരു July തൊട്ട് അങ്ങോട്ട് സ്റ്റാർട്ട് ആവും, ബാങ്ക് എക്സാംസ് ഒക്കെ തന്നെ. സോ എക്സാംസിന് പ്രിപ്പയർ ചെയ്യാൻ പ്ലാൻ ഉള്ളവരാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ പ്രിപ്പയർ ചെയ്ത് തുടങ്ങുക. നിങ്ങൾക്ക് അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. നമുക്ക് നമ്മുടെ എൻട്രിയുടെ അക്കാഡമിക് കൗൺസിലേഴ്സുമായിട്ട് ഡിസ്കസ് ചെയ്ത് നിങ്ങൾക്ക് ഏത് എക്സാംസിനൊക്കെ എഴുതാൻ പറ്റും, എത്ര എക്സാംസ് എഴുതാൻ പറ്റും എന്നുള്ള കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്ത് ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ചെയ്ത് നിങ്ങൾക്ക് പറ്റിയ ഏറ്റവും നല്ല ബാച്ചിലേക്ക്, നിങ്ങളുടെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ബാച്ചുകളിലേക്ക് ജോയിൻ ചെയ്ത് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാം. സോ നമ്പേഴ്സ് 7736122215 ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു എക്സാംസിനെ കുറിച്ച് കൂടുതൽ അറിയാനും നിങ്ങൾക്ക് ബാച്ചസിലേക്ക് ജോയിൻ ചെയ്യാനും പ്രിപ്പയർ ചെയ്യാനൊക്കെ തന്നെ പറ്റും. അതേപോലെ തന്നെ ഓഫർ പ്രൈസസിലും ജോയിൻ ചെയ്യാൻ നിങ്ങൾക്ക് ഈ ഒരു നമ്പറിൽ തന്നെ കോൺടാക്ട് ചെയ്താൽ മതി. സോ ഐ ഹോപ്പ് ഇത്രയും പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഇത് കൂടാതെ തന്നെ നമ്മുടെ RBIയുടെ
അസിസ്റ്റൻ്റ് അതുപോലെ പ്രീവിയസ് ഇയർ പേപ്പേഴ്സ് നിങ്ങൾക്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ്. സോ അതും അവിടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. സോ അതും ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾ ചുമ്മാ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. നിങ്ങൾ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണെന്നൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. സോ നമുക്ക് ഈ ഒരു എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ ഈ ഫ്യൂച്ചറിൽ വരുന്ന സമയത്ത് നമുക്ക് ഇതിൻ്റെ ഫുൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ്സ്, നമ്മൾ ഈ പുതിയ നോട്ടിഫിക്കേഷനിൽ എന്തെങ്കിലും അപ്ഡേറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം ആയിട്ട് നമ്മളിവിടെ വീണ്ടും ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. സോ അപ്പോൾ നമുക്ക് ഇത് വീണ്ടും വളരെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ആ നോട്ടിഫിക്കേഷൻ എന്തെങ്കിലും പുതിയ കാര്യങ്ങളുണ്ടോ എന്നുള്ളത്. സോ നമുക്ക് വീണ്ടും ഇവിടെ തന്നെ മീറ്റ് ചെയ്യാം ഫ്യൂച്ചറിൽ ഈ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ്സ് എന്തെങ്കിലും വരുമ്പോൾ. താങ്ക് യു.